അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 21 വെള്ളിയാഴ്ച. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ആശാ വർക്കർമാരുടെ ഓണറേറിയം സംസ്ഥാന സർക്കാരും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ആശാ വർക്കർമാരുടെ സമരം തീർക്കണമെന്ന് RJD യോഗത്തിൽ ആവശ്യപ്പെട്ടു. സമരം തീർക്കാൻ ഇടപെടൽ വേണമെന്ന് CPIയും നിലപാടെടുത്തു. ഈ സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നയിക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിലെത്തി. തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് CPM കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ലെന്ന് ദില്ലിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാ വർക്കർമാരുടെ പ്രശ്നത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് റെസിഡന്റ് കമ്മീഷണർ വഴി കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി അയച്ച കത്ത് മന്ത്രി പുറത്തുവിട്ടു. ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർധനയാണ് കൂടിക്കാഴ്ചയിലെ ആദ്യ അജണ്ടയായി കത്തിൽ പറയുന്നത്. ആശാ വർക്കർമാർക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് UDF. നിയമസഭ ബഹിഷ്കരിച്ച് UDF MLA-മാർക്കൊപ്പം നിരാഹാര സമരം നടത്തുന്ന ആശാ വർക്കർമാരുടെ സമരപന്തലിലെത്തിയാണ് പ്രതിപക്ഷ നേതാവ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. സമരം തീർക്കാൻ മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ആശാ വർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നജീബ് കാന്തപുരം MLA. ആശാ വർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും സർക്കാർ ക്രൂശിക്കുകയാണെന്ന് നജീബ് കാന്തപുരം സഭയിൽ ആരോപിച്ചു. സമരം ചെയ്യുന്നവരെ സർക്കാർ ആട്ടിപ്പായിക്കുന്നുവെന്നും സ്ത്രീകളെന്ന പരിഗണന പോലും നൽകുന്നില്ലെന്നും വെയിലത്തും മഴയത്തും സമരം ചെയ്യുന്നവർക്ക് നീതിയില്ലെന്നും സർക്കാരിന് ഇപ്പോ എല്ലുമുറിയെ പണിയെടുക്കുന്നവരെ വേണ്ട, KV തോമസിനും PSC അംഗങ്ങൾക്കും കയ്യിൽ നോട്ട് വെച്ചു കൊടുക്കുന്ന തിരക്കിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്കണവാടി ആശാ വർക്കർമാരുടെ സമരത്തിൽ ട്രേഡ് യൂണിയനുകൾ നിലപാടെടുക്കാത്തത് എന്താണെന്നും UDF നേതാക്കളും BJP നേതാക്കളും ഒരു സമരവേദിയിൽ വന്നാൽ അതിന്റെ രാഷ്ട്രീയം കേരളം തിരിച്ചറിയുമെന്നും മന്ത്രി P. രാജീവ്. ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ തിരിച്ചുണ്ടാകുമെന്ന് മറക്കരുതെന്നും സമരത്തോട് INTUCയുടെ നിലപാടെന്താണെന്നും അദ്ദേഹം ചോദിച്ചു. ഓണറേറിയം 21,000 ആക്കണമെന്നതാണ് തങ്ങളുടെ ആവശ്യമെന്ന് ആശാ വർക്കർമാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്ന MA ബിന്ദു, S. മിനി. ഓണറേറിയം കൂട്ടാൻ കേന്ദ്രമന്ത്രിയുടെ അനുമതി ആവശ്യമില്ലെന്നും അതിനായി കേന്ദ്രത്തിൽ പോകേണ്ട കാര്യമില്ലെന്നും ഇൻസെന്റീവ് കൂട്ടാനാണ് മന്ത്രി പോയതെങ്കിൽ നല്ലതെന്നും അവർ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. DA 12% നിന്ന് 15%ആക്കിയാണ് വർദ്ധിപ്പിച്ചത്. വർധന ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും. DA കൂട്ടുമെന്ന് ബജറ്റിൽ നേരത്തെ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. കണ്ണൂർ മാതമംഗലം കൈതപ്രം വായനശാലയ്ക്ക് സമീപം പണി പൂർത്തിയാകാത്ത വീട്ടിൽ ഗൃഹനാഥൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ മാതമംഗലം പുനിയംകോട് സ്വദേശി KK രാധാകൃഷ്ണനാണ് മരിച്ചത്. സംഭവത്തിൽ നിർമ്മാണ കരാറുകാരനായ പെരുമ്പടവ് സ്വദേശി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീട് നിർമ്മാണ കരാറിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം കൂടിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചു. ഈ മാസം 30-നാണ് യോഗം. വിദ്യാർത്ഥി സംഘടനകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഏറ്റവും ഉചിതമായ സമയമാണിതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് സംരംഭങ്ങളുടെ എണ്ണത്തിൽ അഭൂതപൂർണമായ വർധനവാണ് ഉണ്ടായത്. ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകുന്ന ലോണുകളിലും 38% വർധനവുണ്ടായി. K-സ്റ്റോർ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പൊതുവിതരണ വകുപ്പുമായി ധാരണയായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു.
വിഴിഞ്ഞം ഹാർബർ, വിഴിഞ്ഞം തെക്ക് ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നിവിടങ്ങളിൽ വള്ളം കരക്കടുപ്പിക്കുന്നതിനുള്ള സൌകര്യം മെച്ചപ്പെടുത്തി തീരം പുനഃസ്ഥാപിക്കാനായി 77 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. നിലവിൽ പരമ്പരാഗത യാനങ്ങൾ ഇവിടെ കരക്കടുപ്പിക്കാൻ പ്രയാസം അനുഭവിക്കുന്നത് കണക്കിലെടുത്താണ് തീരം പുനഃസ്ഥാപിക്കാൻ സർക്കാർ നടപടിയെടുത്തത്. സാൻഡ് പമ്പ് ഉപയോഗപ്പെടുത്തി ഡ്രെഡ്ജിംഗ് നടത്തി മണ്ണ് നിക്ഷേപിച്ചാണ് തീരം വീണ്ടെടുക്കുക. കണ്ണൂർ വിമാനത്താവളത്തിനായി കൂടുതലായി ഏറ്റെടുക്കുന്ന ഭൂമിക്കുള്ള വില നിർണ്ണയ നടപടികൾ നടക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. രേഖകൾ പരിശോധിച്ച് നഷ്ടപരിഹാര തുക നിർണ്ണയിക്കുമെന്നും നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ മാസം യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. ശശി തരൂരിനെയും മോദിയെയും പുകഴ്ത്തിയിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP. റഷ്യ ഉപരോധിക്കില്ലെന്ന് CPM മുമ്പ് പറഞ്ഞപ്പോൾ തരൂർ പരിഹസിച്ചതാണെന്നും ഇപ്പോൾ തരൂർ നിലപാട് മാറ്റിയതാണ് തുറന്നു കാട്ടിയതെന്നും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് മോദി തുടർന്നത് ശരിയായ നിലപാടായിരുന്നുവെന്നും പല തെറ്റ് ചെയ്യുമ്പോൾ മോദി ഒരു ശരി ചെയ്തുവെന്നും അമേരിക്കൻ വിധേയത്വത്തിന്റെ കാര്യത്തിൽ BJPക്കും കോൺഗ്രസിനും ഒരേ നിലപാടെന്നും ബ്രിട്ടാസ് പറഞ്ഞു. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് തീരദേശ റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. അഞ്ചുതെങ്ങ് മുതൽ പെരുമാതുറ വരെയുള്ള എല്ലാ റോഡുകളും മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചു. ആംബുലൻസ് ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളും തടഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. സിനിമയിലെ ബാലതാരത്തിനെതിരെ അധിക്ഷേപകരമായി സംസാരിച്ചെന്ന് കാട്ടിയെടുത്ത പോക്സോ കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി നടനും സംവിധായകനുമായ ശാന്തിവിള ദിനേശ് സുപ്രീം കോടതിയിൽ. ഒരു ഓൺലൈൻ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. ശാന്തിവിള ദിനേശും ഓൺലൈൻ ചാനൽ ഉടമ സുനിൽ മാത്യുവും ചേർന്നാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ കൊണ്ടുവരുന്ന കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ സംസ്ഥാന നിയമസഭ പാസാക്കി. വയോജന രംഗത്ത് LDF സർക്കാർ മുന്നോട്ടുവച്ച സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. കോടതിയിലേക്ക് ആരോഗ്യത്തോടെ നടന്നുവരുന്ന ഉന്നതരായ പ്രതികൾ കോടതിയിലെത്തുമ്പോൾ കുഴഞ്ഞു വീഴുന്ന പതിവ് പരിപാടി അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി. പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാറിന്റെ ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്. പല കേസുകളും പരിഗണിച്ചാണ് നിരീക്ഷണം. മുതിർന്ന പാർട്ടി നേതാവും മുൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ KE ഇസ്മായിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ശുപാർശ ചെയ്തു. CPI എക്സിക്യൂട്ടീവ് തീരുമാനം സംസ്ഥാന കൌൺസിലിനെ അറിയിക്കും. CPI നേതാവ് P. രാജുവിന്റെ മരണത്തിന് പിന്നാലെ നടത്തിയ പ്രസ്താവനയിലാണ് നടപടി. എന്നാൽ പാർട്ടി നടപടിയിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് KE ഇസ്മായിൽ പറഞ്ഞു. PV അൻവറിന് വിവരം ചോർത്തി നൽകിയതിന് DYSP MI ഷാജിയെ പോലീസ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതിന്റെ അന്വേഷണ വിവരങ്ങൾ ഉൾപ്പെടെ ചോർത്തി നൽകിയെന്ന ഗുരുതര കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിർണായക തീരുമാനങ്ങളുമായി താമരശ്ശേരി പുതുപ്പാടിയിലെ 23 മഹല്ല് കമ്മിറ്റികളുടെ സംയുക്ത യോഗം. ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളുടെ വിവാഹത്തിന് മഹല്ലുകൾ സഹകരിക്കില്ലെന്നും ലഹരി കുറ്റവാളികളെ മഹല്ലുകൾ ബഹിഷ്കരിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. മാവേലിക്കരയിൽ സൂര്യാഘാതമേറ്റ് കർഷകൻ മരിച്ചു. തെക്കേക്കര വരേണിക്കൽ വല്ലാറ്റുവീട്ടിൽ പ്രഭാകരനാണ് മരിച്ചത്. കൃഷി നോക്കാനായി രാവിലെ 7:30 വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് വീട്ടുകാർ പറയുന്നു. രാത്രിയായിട്ടും കാണാതായതോടെ പാടശേഖരത്തിൽ നടത്തിയ പരിശോധനയിൽ പാടത്ത് വീണ നിലയിൽ കണ്ടെത്തി. പ്രഭാകരന്റെ സ്കൂട്ടർ മറിഞ്ഞ് ശരീരത്തിൽ വീണ നിലയിലായിരുന്നു. ശരീരമാസകലം പൊള്ളിയ പാടുകൾ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. രോഗികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കാൻ സംസ്ഥാനങ്ങൾ നയരൂപീകരണം നടത്തണമെന്ന് സുപ്രീം കോടതി. കോടതി നിർബന്ധിത നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചാൽ ഉചിതമാകില്ലെന്നും സംസ്ഥാനങ്ങൾ നയരൂപീകരണം നടത്തുന്നതാണ് ഉത്തമമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത്
എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഒപ്പം സ്വകാര്യ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനെതിരെ യുക്തിരഹിതമായ നിയന്ത്രണങ്ങൾ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. വരുമാനം നേടാൻ ശേഷിയുള്ള സ്ത്രീകൾ അവരുടെ ഭർത്താവിൽ നിന്ന് ഇടക്കാല ജീവനാംശം അവകാശപ്പെടരുതെന്ന സുപ്രധാന നിരീക്ഷണവുമായി ഡൽഹി ഹൈക്കോടതി. നിയമം അലസത പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു. കർണാടക നിയമസഭയിൽ ആളിക്കത്തി ഹണി ട്രാപ്പ് വിവാദം. ദേശീയ നേതാക്കളടക്കം 48 പേരെ ഹണി ട്രാപ്പിൽ കുടുക്കിക്കഴിഞ്ഞുവെന്ന് സഹകരണ മന്ത്രി കെൻ രാജണ്ണ സഭയിൽ ആരോപിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദേശീയ നേതാക്കളടക്കം കുടുങ്ങിയിട്ടുണ്ടെന്നാണ് മന്ത്രി ആരോപിച്ചത്. സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകും. നാളെ കർണാടകയിൽ ബന്ദിന് ആഹ്വാനം ചെയ്ത് കന്നഡ അനുകൂല സംഘടനകൾ. മറാത്തി സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിൽ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് കണ്ടക്ടറെ ബലഗാവിയിൽ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കർണാടക നിയമസഭയിൽ പുരുഷന്മാർക്ക് കുടിക്കാൻ മദ്യം സൌജന്യമായി നൽകണമെന്ന ആവശ്യവുമായി മുതിർന്ന JDS നിയമസഭാംഗം MD കൃഷ്ണപ്പ. നിങ്ങൾ സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപയും സൌജന്യ വൈദ്യുതിയും സൌജന്യ ബസ് യാത്രയും നൽകുന്നു. അത് ഞങ്ങളുടെ പണമാണ്. അതിനാൽ കുടിക്കുന്നവർക്ക് ആഴ്ചയിൽ 2 കുപ്പി മദ്യം സൌജന്യമായി നൽകുക എന്ന MLAയുടെ ആവശ്യം സഭ പ്രക്ഷുബ്ധമാക്കി. തമിഴ്നാട് സർക്കാരിന്റെ മദ്യവിൽപ്പന സ്ഥാപനമായ ടാസ്മാക് ആസ്ഥാനത്ത് ED നടത്തിയ റെയ്ഡിലെ തുടർ നടപടികൾ തിങ്കളാഴ്ച വരെ വിലക്കി മദ്രാസ് ഹൈക്കോടതി. കാരണം വ്യക്തമാക്കാതെ ടാസ്മാക് ജീവനക്കാരെ അന്യായമായി മണിക്കൂറുകൾ തടഞ്ഞുവെച്ചെന്ന പരാതി ഭയാനകമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ED റെയ്ഡിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വാക്കാലുള്ള പരാമർശം. കർണാടകയിൽ MLAമാരുടെ ശമ്പളം ഇരട്ടിയാക്കി സർക്കാർ. അടിസ്ഥാന ശമ്പളം 40,000 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 80,000 രൂപയാക്കി. നിലവിൽ MLAമാർക്ക് അലവൻസുകളടക്കം 3 ലക്ഷത്തോളം രൂപ മാസവരുമാനം ഉണ്ട്. പുതിയ ശമ്പള വർധനവോടെ ഇത് 5 ലക്ഷം രൂപ വരെയായി വർദ്ധിക്കും. 2 ലക്ഷത്തോളം രൂപയുടെ വർധനവാണ് ഒറ്റയടിക്കുണ്ടായത്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാനും അടിസ്ഥാന ചെലവുകൾ വഹിക്കാനും പാടുപെടുന്ന സാഹചര്യത്തിലും രേവന്ത് റെഡ്ഡി സർക്കാർ സൌന്ദര്യ മത്സരത്തിന് ഭീമമായ തുക അനുവദിച്ചുവെന്ന ആരോപണവുമായി പ്രതിപക്ഷം. മിസ് വേൾഡ് മത്സരത്തിന് 200 കോടി അനുവദിച്ചപ്പോൾ ഫോർമുല E റേസ് ഈവന്റിനായി 46 കോടി സർക്കാർ ചെലവഴിച്ചെന്ന് BRS നേതാവ് KT രാമറാവു ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായുടെ അനന്തരവന്മാർ പരസ്പരം വെടിവെച്ചു. ഒരാൾ മരിച്ചു. ബീഹാറിലെ ജഗത്പൂരിലാണ് സംഭവം. നിത്യാനന്ദ റായുടെ സഹോദരിക്കും പരിക്കേറ്റു. കുടുംബ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. വിശ്വജിത്ത് എന്ന അനന്തരവനാണ് കൊല്ലപ്പെട്ടത്. മുൻ ഇസ്രോ ചെയർമാനും മലയാളിയുമായ S സോമനാഥിനെ ആന്ധ്ര സർക്കാരിന്റെ സ്പേസ് ടെക്നോളജി ഉപദേശകനായി നിയമിച്ചു. ഇസ്രോ ചെയർമാൻ പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം S സോമനാഥ് ഏറ്റെടുക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക പദവിയാണ് ഇത്. ആന്ധ്ര ചീഫ് സെക്രട്ടറി K വിജയാനന്ദ് നിയമന ഉത്തരവ് പുറത്തിറക്കി. ടെക് വ്യവസായ വികസന രംഗത്ത് കൂടുതൽ പ്രമുഖരെ ചന്ദ്രബാബു നായിഡു ഉപദേശക പദവിയിൽ നിയമിച്ചിട്ടുണ്ട്. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യൂസർ ഫീ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം. മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡാണ് ഛത്രപതി ശിവാജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ യൂസർ ഫീ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ടുവച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കുള്ള യൂസർ ഫീസ് 650 രൂപയായി വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചു. നിലവിൽ ആഭ്യന്തര യാത്രക്കാർക്ക് യൂസർ ഫീസ് ഇല്ല. യൂസർ ഫീസ് പരിഷ്കരണത്തിനായി എയർപോർട്ട് ഇക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റിക്ക് നിർദ്ദേശം സമർപ്പിച്ചു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾക്കെതിരായ നീക്കം കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. 2 ഇടങ്ങളിലായി 30 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു. കാങ്കറിൽ നടന്ന ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകളും കൊല്ലപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ്. അന്താരാഷ്ട്ര സന്തോഷ ദിനത്തിൽ UN പുറത്തിറക്കിയ വാർഷിക വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടറാണ് തുടർച്ചയായ 8ാം വർഷവും ഫിൻലാൻഡിനെ തെരഞ്ഞെടുത്തത്. ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ, നെതർലാൻഡ്സ്, കോസ്റ്ററിക്ക, നോർവേ, ഇസ്രായേൽ, ലക്സംബർഗ്, മെക്സിക്കോ എന്നിവയാണ് ആദ്യ 10ൽ ഇടം നേടിയ മറ്റു രാജ്യങ്ങൾ. UK 23ാം സ്ഥാനത്തും അമേരിക്ക 24ാം സ്ഥാനത്തുമുള്ള റിപ്പോർട്ടിൽ 147 രാജ്യങ്ങളിൽ 118ാം സ്ഥാനത്താണ് ഇന്ത്യ. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിലും വെടിനിർത്തലിലും ലോകരാജ്യങ്ങൾക്ക് നൽകിയ വാക്ക് റഷ്യ പാലിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി.
യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ റഷ്യ അനാവശ്യ ഉപാധികൾ വയ്ക്കുന്നുവെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി. യുദ്ധം അവസാനിപ്പിക്കാനും വാഗ്ദാനം പാലിക്കാനുമായി ലോകരാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായുള്ള ചർച്ചയ്ക്കിടെ സെലൻസ്കി ആവശ്യപ്പെട്ടു. ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് 58 കോടി രൂപ പാരിതോഷികമായി പ്രഖ്യാപിച്ച് BCCI. ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾക്ക് 20 കോടി രൂപയാണ് ICC പാരിതോഷികമായി നൽകിയത്. ചാമ്പ്യൻസ് ട്രോഫി സമ്മാനത്തുകയേക്കാൾ ഏകദേശം 3 ഇരട്ടിയാണ് BCCI പ്രഖ്യാപിച്ച പാരിതോഷികം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.